ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ERPNextൻ്റെ Part-3 ആണ്. ഇതിനകത്ത് ഞാൻ പറയുന്നത് ഓൾറെഡി നമ്മൾ Part-2ൽ ആവശ്യമുള്ള പാക്കേജും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു. ഇന്നത്തെ Part-3ൽ പറയുന്നത് എങ്ങനെ ഒരു ന്യൂ സൈറ്റ് ആ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ അത് കോൺഫിഗർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ MySQL ഒരു എറർ അടിച്ചിരുന്നു, ഞാനത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ സോൾവ് ചെയ്തത്. ഇനി നമുക്ക് ഒരു ഫ്രാപ്പ സൈറ്റ് എങ്ങനെ അല്ലെങ്കിൽ ERP സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ബെഞ്ച് ന്യൂ സൈറ്റ് നിങ്ങളുടെ ഡൊമൈൻ നെയിം എന്താണെന്ന് കൊടുക്കുക, MySQLൻ്റെ റൂട്ട് പാസ്വേഡ് എന്താണോ കൊടുത്തിരുന്നത് അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഇൻസ്റ്റാളിങ് ഫ്രാപ്പ ആ മൊഡ്യൂൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്യാതെ വരെ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഫ്രാപ്പ അല്ലെങ്കിൽ ബെഞ്ച് ടൂൾ അല്ലെങ്കിൽ ഫ്രാപ്പ ടൂളായിട്ട് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എറർ അടിക്കും, അല്ലെങ്കിൽ സക്സസ് ആവും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പുതിയ സൈറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡും ചോദിക്കും, അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സെറ്റ് അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ്. ഇവിടെ നമുക്ക് ആ സൈറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ എന്ത് പാസ്വേഡാണോ കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ടിയുള്ളത് അത് സെറ്റ് ചെയ്യുക. നിങ്ങളെ റിക്വയർമെൻറ്റ് അനുസരിച്ച് തന്നെ കൊടുക്കുക. ഞാനിവിടെ admin@123 എന്ന് കൊടുക്കുവാണ്. റീഎൻ്റർ ചെയ്യുക പാസ്വേഡ്. അപ്പോൾ ഞാനിപ്പോൾ സൈറ്റെല്ലാം കറണ്ട് സൈറ്റ് സെറ്റ്, അതായത് ERPNext.mydemolab.online എന്ന് പറഞ്ഞ സൈറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അത് സക്സസ്ഫുള്ളി ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇഷ്യൂസൊന്നുമില്ല. ഇനി നമുക്ക് ആ ഫോൾഡറിൽ ലിസ്റ്റ് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയലും അതിൻ്റെ ഫോൾഡറും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നമുക്ക് ഫ്രാപ്പ എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബെഞ്ച് എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബെഞ്ച് ഗെറ്റ് ആപ്പ് ആ പ്രൊജക്റ്റ് ഏതാണോ അത്, ബെഞ്ച് നെയിം ഏതാണോ അത് കൊടുക്കുക. അതേപോലെ ആ മൊഡ്യൂളിൻ്റെ ഗിറ്റ് URL ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗിറ്റ് URL ഫസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ബ്രാഞ്ച് വെർഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രാഞ്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ബ്രാഞ്ചാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത വെർഷൻ 13 ആണ്. അപ്പോൾ ഞാൻ അത് ലേറ്റസ്റ്റ് ആണ്. നിങ്ങൾക്കത് കൊടുത്തില്ലെങ്കിൽ ലേറ്റസ്റ്റ് ഏത് വെർഷനാണോ അതായിരിക്കും ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ആവുന്നത്. നമുക്ക് സ്പെസിഫിക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ 12 വേണമെങ്കിൽ 12 നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബ്രാഞ്ച് ഏത് വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെർഷനായിരിക്കും എനിക്ക് എൻ്റെ സെർവറിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ERPയുടെ അതിന് വേണ്ടിയുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, സൈറ്റിന് വേണ്ടിയുള്ള. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ക്ലോൺ ചെയ്യണം. ആ കമാൻഡ് റൺ ചെയ്തു, ആ റിപ്പോസിറ്ററിയിൽ നിന്ന് അത് ക്ലോൺ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം റൺ ചെയ്ത് അതിൻ്റെ ഏജൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം ആ ഫോൾഡറിലേക്ക്. ERPNextന് വേണ്ടിയുള്ള ആപ്പും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഇൻസ്റ്റാളായി കഴിഞ്ഞിട്ടില്ല, സ്റ്റിൽ ഇൻസ്റ്റാളിങ് ആണ്. അതിൻ്റെ സൈറ്റിൻ്റെ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് വേണ്ടത് ബെഞ്ച് ടൂൾ വെച്ച് തന്നെ ഇതിന് വേണ്ടി ഈ സൈറ്റിന് വേണ്ടിയുള്ള ആപ്പ് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കമാൻഡ് ബെഞ്ച് -- സൈറ്റ്, ആ ഡൊമൈൻ നെയിം, ഇൻസ്റ്റാൾ ആപ്പ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ നെയിമാണ്, അത് ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. നമുക്ക് അത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇൻസ്റ്റാളിങ് ERPNextൻ്റെ ആപ്പ് കോൺഫിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ ടൈം. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അതിന് വേണ്ടി എൻ്റെ ഒരു വിൻഡോ സെർവർ, ഇതിപ്പോൾ ഈ സെർവർ ERP എന്ന് പറഞ്ഞ സെർവർ പ്രൈവറ്റ് സബ്നെറ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ആക്സസ് പറ്റത്തില്ല. ഞാനിപ്പോൾ ബെഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ഫങ്ഷൻസ്, കുറേ സംഭവങ്ങൾ ലോഡ് ചെയ്യും. ഏറ്റവും താഴത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് റൺ ചെയ്യുന്നത്. അതേപോലെ ഇതിനകത്ത് സോക്കറ്റ് IO എന്ന് പറഞ്ഞാൽ പോർട്ട് 9000 വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് റൺ ചെയ്യുന്നത് നിങ്ങളുടെ സെർവറിൻ്റെ IP:8000 എന്ന് പറഞ്ഞ പോർട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് IP മാത്രം വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റൈലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പോകണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വിൻഡോ സെർവർ ഓൾറെഡി എൻ്റെ റണ്ണിങ് ആണ്. ഞാൻ ആ സെർവർ ആക്സസ് ചെയ്തെടുക്കുവാണ്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ സെർവർ പ്രൈവറ്റ് ആയതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ടെസ്റ്റിന് വേണ്ടി ഞാനൊരു വിൻഡോസ് സെർവറും കൂടി ക്രിയേറ്റ് ചെയ്തായിരുന്നു, എനിക്ക് ആ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ വിൻഡോസ് സെർവർ ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫയർഫോക്സ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ERP സെർവർ ഏതാണോ ആ സെർവറിൻ്റെ IP-യിലേക്ക് ഞാൻ ബ്രൗസർ വഴി കണക്ട് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ ഞാൻ നേരെ EC2ൻ്റെ കൺസോൾ വന്ന് ERP സെർവറിൻ്റെ പ്രൈവറ്റ് IP ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് പുതിയ എൻ്റെ വിൻഡോസ് സെർവറിൽ ഫയർഫോക്സിൽ ഞാൻ പേസ്റ്റ് ചെയ്യുവാണ്. പക്ഷേ ഇത് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് ഒരു വെബ് സെർവർ ഒന്നും റണ്ണിങ് ഇല്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. പക്ഷേ എനിക്ക് 8000 വെച്ചിട്ടാണ് എനിക്ക് കോൾ ചെയ്യാനായിട്ട്. അപ്പം അതും റൺ ചെയ്ത് നോക്കി, അതും വർക്കിംഗ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ 440 അലോ ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്തത്. നമ്മൾ ആകെ ERP സെർവറിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ 22 മാത്രമേ ഞാൻ കൊടുത്തിരുന്നുള്ളൂ കഴിഞ്ഞ വീഡിയോസിൽ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ EC2ൻ്റെ തന്നെ ഡാഷ്ബോർഡിൽ വന്നു, ERP സെർവർ സെലക്ട് ചെയ്തു. എന്നിട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ സെക്ഷനിൽ വരിക. അവിടെ വിൻഡോസ് സെർവറിൻ്റെ IP ആണ് തൽക്കാലം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പോകാം. അപ്പോൾ വിൻഡോസ് സെർവറിൻ്റെ IP ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. വിൻഡോസ് സെർവറിൻ്റെ IP കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഒരു റൂളും കൂടി ആഡ് ചെയ്യുവാണ്. ഞാൻ തൽക്കാലം 8 കൊടുക്കുന്നില്ല. ഞാൻ ഓൾ ട്രാഫിക് എൻ്റെ വിൻഡോസ് സെർവറിൽ നിന്ന് വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിൻഡോസ് സെർവറിൻ്റെ IP ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ EC2ൻ്റെ കൺസോളിൽ നിന്ന് വിൻഡോസ് സെർവറിൻ്റെ പ്രൈവറ്റ് IP ആണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് IP ആണെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഞാൻ തൽക്കാലം പ്രൈവറ്റ് IP ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് IP/32 കൊടുത്തു. ഫ്രം വിൻഡോസ് സെർവറിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വിൻഡോസ് സെർവറിൽ നിന്ന് ഈ ERP സെർവറിലേക്ക് ഫുൾ ആക്സസ് കിട്ടിയിട്ടുണ്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് ത്രൂ. നമുക്കൊന്ന് സേവ് ചെയ്യാം. SSH ആക്സസ് ചെയ്യണം ബാസ്റ്റിൻ സെർവർ വഴിയാണ്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പിലെല്ലാം ആഡ് ചെയ്തു. ഇനി നമുക്ക് വിൻഡോസ് സെർവറിൽ പോയിട്ട് നമുക്ക് ആ പേജ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യുവാണ്. റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഫ്രാപ്പയുടെ അതായത് ERPNextൻ്റെ പേജ് ലോഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്ററിൻ്റെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ അഡ്മിനിസ്ട്രേറ്ററിന് ഒരു പാസ്വേഡ് നമ്മൾ കൊടുത്തത്. ആ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ലോഗിനായിട്ട് ഇവിടെ നമുക്ക് കുറച്ച് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ടാണ് നിങ്ങളിവിടെ റിക്വയർമെൻറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഡാഷ്ബോർഡാണ്. നിങ്ങൾ ലാംഗ്വേജ് ചെയ്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇംഗ്ലീഷ് ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുവാണ്. അതുപോലെ കൺട്രി ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക, നിങ്ങളുടെ ടൈം സോൺ എന്താണെന്നുള്ളത് ചൂസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇന്ത്യ ചൂസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കറൻസിയും ടൈം സോണെല്ലാം വന്നിട്ടുണ്ട്. ഫുൾ നെയിം, അതായത് നിങ്ങളുടെ ഫസ്റ്റ് യൂസറിൻ്റെ ഫുൾ നെയിം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ ശ്യാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് എന്താണെന്നുള്ളത് നിങ്ങളുടെ കമ്പനി മെയിൽ ID എന്തെങ്കിലും ഒരു മെയിൽ ID, ഞാനിപ്പോൾ ഒരു മെയിൽ ID ജസ്റ്റ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പാസ്വേഡും കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ യൂസർ വെച്ചിട്ട് ഇനി ലോഗിൻ ചെയ്ത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഡൊമൈൻസ്, നിങ്ങളുടെ ഡൊമൈൻ എന്താണെന്നുള്ളത്, ഇപ്പോൾ മാനുഫാക്ചറിങ് ആണോ റീറ്റെയിൽ ആണോ എന്താണെന്നുള്ളത് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എഡ്യൂക്കേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ലോഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കമ്പനിയുടെ നെയിം പറഞ്ഞു കൊടുക്കാവുന്നതാണ്. കമ്പനിയുടെ അബ്രിവേഷൻ, അതായത് ഇപ്പോൾ ഡെമോ കമ്പനി എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് അത് ഓട്ടോമാറ്റിക് DC ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നിങ്ങൾ ഓർഗനൈസേഷൻ ഡീറ്റെയിൽ, അതായത് ബാങ്ക് ഡീറ്റെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാൻ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് എന്തെങ്കിലും അടിച്ചു കൊടുക്കുവാണ്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എന്താണോ വേണ്ടത് അത് തന്നെ കൊടുക്കുക ഇവിടെ. പിന്നെ അക്കൗണ്ട് എവിടെയാണുള്ളത്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇയർ ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം പ്രോപ്പറായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാർ എന്താണുള്ളത്, ഞാൻ കാർ പാർട്സ് പറഞ്ഞ് വെറുതെ കൊടുത്തു. അക്കൗണ്ട് നമ്പർ എന്തെങ്കിലും ഞാൻ കൊടുക്കുവാണ്, SBI എന്ന് പറഞ്ഞ് വെറുതെ കൊടുക്കുവാണ്. അതുപോലെ ചാർട്ട് ഓഫ് അക്കൗണ്ട്, അതൊക്കെ നിങ്ങളുടെ റിക്വയർമെൻ്റ് ആണ്. എനിക്കറിയില്ല എന്തൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളത്, ഞാൻ എൻ്റെ രീതിയിൽ കൊടുക്കുവാണ്. ഫിനാൻഷ്യൽ ഇയർ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തത് അതാണ്. നെക്സ്റ്റ് ഇയർ വരുമ്പോൾ അടുത്ത ഇയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇപ്പോൾ സെറ്റിംഗ് അപ്പ് യുവർ സിസ്റ്റമാണ്, അത് കോൺഫിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സെറ്റപ്പായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ കൺസോൾ ഓരോ പേജ് മാറുന്നതനുസരിച്ച് അതിൻ്റെ ഗെറ്റ്, പോസ്റ്റ്, റിക്വസ്റ്റും റെസ്പോൺസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്നാണ് ഇതിനെ ശരിക്കും പറയണത്. ഇത് ശരിക്കും ഡെവലപ്പ് ചെയ്ത് കോൺഫിഗർ എല്ലാം കസ്റ്റമൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻജിനെക്സോ അങ്ങനെ എന്തെങ്കിലും സെർവർ വെച്ചിട്ട് അതിനെ റിവേഴ്സ് പ്രോക്സി അല്ലെങ്കിൽ പോർട്ട് നമ്പറൊക്കെ എടുത്തുകൊണ്ട് സിംഗിൾ ഡൊമൈൻ നെയിമോ അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഒരു 8000 എന്ന് പറഞ്ഞ പോർട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ അടുത്ത വീഡിയോസിൽ ഞാൻ അത് എങ്ങനെയൊക്കെയാണ് കോൺഫിഗർ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ എങ്ങനെ കോൺഫിഗർ ചെയ്യാം, അതുപോലെ ALBയിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ ആ സെർവറിൻ്റെ പ്രൈവറ്റ് ആയിട്ടും 8000 എന്ന് പറഞ്ഞ പോർട്ട് വെച്ചിട്ടാണ് കോൾ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഓരോന്ന് മോഡിഫൈ ചെയ്ത് ചെയ്യുക. നിങ്ങൾക്ക് ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ എല്ലാം സേവ് ചെയ്ത് വെക്കുക. അത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം ഓരോന്ന് എടുത്ത് നോക്കുക, നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് മോഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതായത് എപ്പോഴും പോയിട്ട് നമ്മൾ ബെഞ്ച് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കണം, അതെല്ലാം സെയിം യൂസറിൽ പോയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ERP സെർവറിൽ വന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉബണ്ടു യൂസറിലാണ് നിൽക്കുന്നത്, ആ പാത്തിൽ ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബെഞ്ച് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു നോക്കാം, പക്ഷേ അത് വർക്ക് ചെയ്യില്ല. പക്ഷേ പ്രൊഡക്ഷനിലാണെങ്കിൽ നമുക്ക് സിമ്പിൾ സ്റ്റെപ്പാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിനകത്ത് വർക്ക് ചെയ്യില്ല. ഈ ഡെവലപ്മെൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഈ സെക്ഷനിൽ അത് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ ബെഞ്ച് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുവാണ്, പക്ഷേ എററാണ് അടിച്ചത്. എന്ന് വെച്ചാൽ ആ ബെഞ്ച് എന്ന് പറഞ്ഞ മൊഡ്യൂൾ അവിടെ ഇല്ല. അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ യൂസറിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം ERPNext എന്ന് പറഞ്ഞ യൂസറിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം ആ പാത്തിലേക്ക് മൂവ് ചെയ്യണം. /opt ബെഞ്ച് ERPNext എന്ന് പറഞ്ഞ പാത്തിൽ പോയിട്ട് വേണം നമ്മൾ ബെഞ്ച് സ്റ്റാർട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ സൈറ്റ് സ്റ്റാർട്ട് ആവുള്ളൂ. ഇനി ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ബെഞ്ച് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇതിനെ മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രൊഡക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ സോക്കറ്റ് IO എന്ന് പറഞ്ഞൊരു പോർട്ട് ഡിസൈൻ ചെയ്യുന്നത് 9000-ലാണ്. അത് ഇന്റേണലി നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ Nginxോ അതേപോലെ എന്തെങ്കിലും വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ 8000 വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും കോൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതും നമ്മളെപ്പോഴും ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസിലാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ പ്രൊഡക്ഷനിലേക്ക് മാറ്റും എന്നുള്ളത് പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. അതുപോലെ ഞാനിപ്പോൾ IP മാത്രം കോൾ ചെയ്യുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ വേറെ വെബ് സെർവറൊന്നും ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ കോളും 8000 കൂടി കോൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്തായിരുന്നു, ശ്യാം എന്ന് പറഞ്ഞ യൂസറെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. എനിക്ക് ആ യൂസർ വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ കൊടുത്ത ഡെമോ കമ്പനി, അതിൻ്റെ പേജും വെൽക്കം പേജും കാര്യങ്ങളൊക്കെയാണ് ഇത്. എന്താണ് എൻ്റെ കമ്പനി ചെയ്യുന്നത്, കാർ പാർട്സ് എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ sham@gmail.com എന്നാണ് അതിൻ്റെ ഒരു പാസ്വേഡ് ഞാൻ കൊടുത്തു. ഞാൻ ലോഗിൻ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അത് സ്ലോ ആകാൻ കാരണം എൻ്റെ സെർവർ സ്മോളാണ്. അവർ പറയുന്ന റിക്വയർമെൻറ്റ് മിനിമം 4 GB വേണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത യൂസർ വെച്ചിട്ട് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റി. എനിക്കിനി ഇത് എന്ത് വേണമെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് സൈറ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട ടെർമിനലിൽ പോയിട്ട് Ctrl+C അടിച്ചിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കും ആ ടെർമിനലിൽ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി നിർത്തുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത പാർട്ട് 4 ആണ്. അതിനകത്താണ് ഞാൻ എങ്ങനെ പ്രൊഡക്ഷനിലേക്ക് ഇതെങ്ങനെ മാറ്റുന്നതാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. Nginx സെർവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.